ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ ഈ അടുത്തിടെ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി പറഞ്ഞിരുന്നു. മറ്റൊന്നുമല്ലത് ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്ന ഒരു തസ്തികയായിരുന്നു, കേരള പോലീസിലേക്കായിരുന്നു. അപ്പോൾ അത് കേരള പോലീസിലേക്കാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതുന്നു ഇതിനെന്താണ് ഫിസിക്കലൊക്കെ ഉണ്ടെന്ന് കരുതുന്നു. ഫിസിക്കലൊന്നുമില്ല, ഇതൊരു നോൺ യൂണിഫോംഡ് ഫോഴ്സ് ആണ്. അതായത് കേരള പോലീസിനെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത്. കേരള പോലീസിനെ മാത്രമല്ല, കേരളത്തിലേക്ക് വരുന്ന എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ നിങ്ങൾ സഹായിക്കേണ്ടി വരും. അങ്ങനെ ഒരു റോളാണ് നിങ്ങൾക്കുള്ളത്. പിന്നെ ഇതാകെയുള്ളൊരു മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ ഒരു ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷൻ പെർഫെക്റ്റ് ആയിരിക്കണം എന്നത് മാത്രമാണ്. അല്ലാതെ യാതൊരുവിധ ഫിസിക്കലായിട്ടുള്ള ബാധ്യതകളും ഇല്ലാത്ത ഒരു തസ്തികയാണിത്. അപ്പം കേരള പോലീസിലാണ് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത്. അതായത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ തന്നെയാണ് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന ഈ ഒരു തസ്തിക എന്താണ്, ഇതിന്റെ റോൾ എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ് എന്തെങ്കിലും അറിയാത്ത കുറച്ചെങ്കിലും ആൾക്കാരുണ്ടാവും. നമ്മൾ സിനിമകളൊക്കെ സ്ഥിരം കാണുന്നുണ്ട്. ഇതിനെപ്പറ്റി വലിയ ഒരു സംശയമൊന്നും ആർക്കും ഉണ്ടാവാൻ തരമില്ല. എങ്കിലും ആധികാരികമായിട്ട് എന്താണ് എന്ന് വളരെ ചെറിയ ഒരു രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കി പോവാം. അപ്പോൾ നമുക്ക് പോവാം അല്ലേ, നമുക്ക് നോക്കാം എന്താണ് ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന ജോലിയുടെ റോൾ എന്താണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താണ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നാണ് ആദ്യം ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ്, അതായത് ക്രിമിനൽ പ്രവർത്തനങ്ങൾ, പോരാട്ടങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ കേരള പോലീസിന് എന്ത് വേണം, ഇതിൻ്റെയൊക്കെ ഫൈൻഡിങ്സ് വേണം. അതിൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള എവിഡൻസ് ആണ് ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യുകയും ആ കളക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ റെക്കോർഡ്സിനെ മാച്ച് ചെയ്ത് അതിൻ്റെ ഫൈൻഡിങ്സിലേക്ക് എത്തുക എന്നതാണ് ആത്യന്തികമായിട്ട് അതിൻ്റെ ലക്ഷ്യം. നിങ്ങൾക്ക് എൻ്റെ ഡെഫിനിഷൻ നോക്കിയാൽ മനസ്സിലാവും. ഈ കാണുന്നത് കേരള പോലീസിന്റെ സൈറ്റിൽ തന്നെ അവർ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനാണ്, അതേപടി തന്നെ നമ്മൾ എടുത്തിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു സേവനം ആർക്ക് കൊടുക്കേണ്ടി വരും, കേരള പോലീസിന് മാത്രമല്ല കേരളത്തിലേക്ക് വരുന്ന മറ്റ് പ്രധാനപ്പെട്ട പ്രിഡോമിനന്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾക്ക് മുഴുവൻ കൊടുക്കേണ്ടി വരും. CBI കൊടുക്കേണ്ടി വരും, NIA കൊടുക്കേണ്ടി വരും, ഇനിയും ED വരുവാണെങ്കിൽ ED ചോദിച്ചാൽ അവർക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ പലതരത്തിലുള്ള ഏജൻസികൾക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പം നിലവിലെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഈ കൊടുക്കുന്ന ഡേറ്റകളൊക്കെ സെൻട്രൽ പൂളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റും. ഈ ഏജൻസികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ള, ഒരുപക്ഷെ നമ്മുടെ നാടിനെ എന്നും റൈറ്റ് ട്രാക്കിലേക്ക് നയിക്കുന്ന ഒരു വലിയ തസ്തികയിലാണ് നിങ്ങൾ നിയമിതരാകാൻ പോകുന്നത്. ഇത് ക്ലിയർ ചെയ്ത് ഇതിന്റെ എല്ലാ പാരാമീറ്റേഴ്സും ക്ലിയർ ചെയ്ത് നിങ്ങൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നാടിനെ സംരക്ഷിക്കുന്ന ഒരു വലിയ പോരാട്ടത്തിലേക്കാണ് നിങ്ങൾ കടന്നു വരാൻ പോകുന്നത്. സാമൂഹികമായിട്ടുള്ള ഏതൊരു തരത്തിലുള്ള ഒരു അപജയങ്ങളിൽ നിന്ന് സൊസൈറ്റിയെ മുമ്പോട്ടേക്ക് നയിക്കുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ അവിടെ ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് ഏറെക്കുറെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തന രീതി, കേരളത്തിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും സംസ്ഥാനത്ത് രണ്ട് തരത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു ഡയറക്ടർ ജനറലിന്റെ കീഴിൽ തന്നെ രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിൽ സംസ്ഥാന ഫിംഗർ പ്രിന്റ് ബ്യൂറോയും സിംഗിൾ ഡിജിറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയും എന്ന് പറയുന്ന രണ്ട് ഒരു സംവിധാനങ്ങളുണ്ട്. തെറ്റ് വലിയ സംഭവമൊന്നുമല്ല പേരൊക്കെ കേൾക്കുമ്പോൾ. ഇത് സംസ്ഥാന തലത്തിൽ, അതായത് നമ്മുടെ തിരുവനന്തപുരം ആസ്ഥാനമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ, തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി കേരളം മുഴുവനും ഉണ്ടാവും. എന്നാൽ രണ്ടാമത്തെ സിംഗിൾ ഡിജിറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും SP ഉണ്ട്. അതായത് കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്, കേരളത്തിൽ 19 പോലീസ് ജില്ലകളുണ്ട്. നമ്മൾ 14 ജില്ലകളാണ് പഠിക്കുന്നതെങ്കിലും കേരളത്തിലെ പോലീസ് ജില്ലകൾ 19 ഉണ്ട്. ഈ 19 പോലീസ് ജില്ലകൾക്കും ഓരോരോ ഓഫീസ് വീതമുണ്ട്. ഈ ഫിംഗർ പ്രിന്റ് ബ്യൂറോയുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകൾ ഉണ്ടാവും. ഇവരുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ ഇൻസിഡന്റ് ഉണ്ടാകുന്നു, വണ്ടി വന്ന് നിൽക്കുന്നു, അതിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നു, പൊടിയൊക്കെ പരട്ടുന്നു, ഇതൊക്കെ എടുക്കില്ലേ. അത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ സിംഗിൾ ഡിജിറ്റ് ഫിംഗർ പ്രിന്റ് ഓഫീസേഴ്സാണ്. അതായത് നമ്മുടെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഓഫീസർ, അതായത് SP-യുടെ ഒക്കെ കീഴിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. പൊതുവെ ഓരോന്ന് വീതമേ അത് എല്ലാ ജില്ലയിലും ഉള്ളൂ എന്നാണ് കാണുന്നത്. നമ്മുടെ സൈറ്റിൽ നോക്കുമ്പോൾ ഓരോന്ന് വീതമേ ഉള്ളൂ എന്നാണ് കാണുന്നത്. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ നിങ്ങളുടെ ജോലി എവിടെയൊക്കെ ആയിരിക്കാം, മേ ബി നിങ്ങൾ തിരുവനന്തപുരത്തെ സംസ്ഥാന ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലാവാം, അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള സിംഗിൾ ഡിജിറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലാവാം. എവിടെ വേണമെങ്കിലും നിങ്ങളെ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനിയും എന്താണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഓരോരുത്തരുടെയും? ഇപ്പൊ സംസ്ഥാന ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? കേരളത്തിലുടനീളം ശിക്ഷിക്കപ്പെട്ടവരുടെ ഫിംഗർ പ്രിന്റുകൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നു. പ്രധാനമായിട്ടും അത് ജയിലുകളിലാണ് നടക്കുന്നത്. രണ്ടാമതായിട്ട് കേരളത്തിലുടനീളമുള്ള അറസ്റ്റിലായ വ്യക്തികളുടെ മുൻ ശിക്ഷാ വിവരങ്ങൾ പരിശോധിക്കുന്നു. അതായത് നമുക്കറിയാം, ഏതൊരാൾ പോലീസ് സ്റ്റേഷനിൽ പോയാലും ജയിലിലേക്ക് പോയാലും എന്ത് പറ്റും, RP ആയിട്ട് പോയാലും, റിമാൻഡ് പ്രിസണറായിട്ട് പോയി കഴിഞ്ഞാലും, അണ്ടർ ട്രയൽ പ്രിസണറായിട്ട് UT ആയിട്ട് പോയാലും എന്ത് ചെയ്യും, അവരുടെയൊക്കെ റെക്കോർഡുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് വാങ്ങുന്നത് ഫിംഗർ പ്രിന്റ് ആണ്. അപ്പം ഇത് എന്ത് ചെയ്യുന്നു, ഈ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ക്ലോസ് സർവൈലൻസിലേക്ക് പോകുന്നു. പിന്നെ എവിടെയെങ്കിലും ക്രൈം ഉണ്ടാകുമ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയാൽ പോരെ. ഏതെങ്കിലും ഒരു ഫിംഗർ പ്രിന്റ് മാച്ച് ആയി കഴിഞ്ഞാൽ തന്നെ ഒരു പാതി സൊല്യൂഷനായി ആ ഒരു ഇഷ്യൂവിന്റെ.
പിന്നീട് അടുത്തതെന്ന് പറഞ്ഞാൽ അജ്ഞാത മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതായത് ഈ അജ്ഞാത മൃതദേഹങ്ങളുടെയും ഫിംഗർ പ്രിന്റ് എടുക്കുക അത് അത്ര എളുപ്പമല്ല, എങ്കിലും ആ മൃതദേഹങ്ങളുടെയും ഫിംഗർ പ്രിന്റ് എടുത്ത് വെച്ചുകൊണ്ട് ഒരു പാസ്റ്റ് ആയിട്ടുള്ള അനാലിസിസ് നടത്തിക്കൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ എവിടെന്നെങ്കിലുമൊക്കെ ഫിംഗർ പ്രിന്റ് കിട്ടും. നമുക്കറിയാം, ഇപ്പം നമ്മൾ ആധാർ രജിസ്റ്റർ ചെയ്യുമ്പോൾ പോലും എന്താണ് നമ്മൾ ഫിംഗർ പ്രിന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആധാർ എന്ന് പറയുന്ന എല്ലാവരുടെയും സാധനം ഇങ്ങനെ കഴുത്തിൽ ചേർത്തിക്കൊണ്ട് നടക്കുന്ന സാധനത്തിലും എന്തുണ്ട്, ബയോമെട്രിക്സ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രീതിയിലൊക്കെ നമ്മുടെ ഫൈൻഡിങ്സിലേക്ക് എത്തിക്കണം. അപ്പൊ ചെറിയ ജോലിയല്ല നിങ്ങൾ ചെയ്യുന്നത്, വലിയ ഉത്തരവാദിത്തങ്ങളാണ് ചെയ്യുന്നത്. ഇതാണ് സംസ്ഥാന തലത്തിലെ ഫിംഗർ പ്രിന്റ് ചെയ്യുന്നത്. ഇനി സിംഗിൾ ഡിജിറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്താണ് ചെയ്യുന്നത്? ബന്ധപ്പെട്ട SHOമാർ, അതായത് ഒരു സ്റ്റേഷന്റെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ, നിലവിൽ കേരളത്തിന്റെ സാഹചര്യത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരാണ്. കുറ്റകൃത്യങ്ങൾ പരിശോധിച്ച് അവിടുത്തെ അവർക്ക് വേണ്ടുന്ന തെളിവുകളുക, അതായത് ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ, ക്രൈം ഉണ്ടാകുമ്പോൾ, ഒന്നുകിൽ മോഷണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു അസാസിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വധശ്രമമായിരിക്കാം, അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാവും. അവിടെ എല്ലാം എന്ത് വേണം, നമുക്ക് ലീഡ് വേണം. ഇൻവെസ്റ്റിഗേഷനെ മുമ്പോട്ട് നയിക്കണമെങ്കിൽ ലീഡ് വേണം. അതിൽ ഏറ്റവും പ്രൈമറി ആൻഡ് ഇമ്പോർട്ടന്റ് ലീഡാണ് ഫിംഗർ പ്രിന്റ്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി. പിന്നെ ഓരോ പ്രിന്റുകളും ഓരോ കുറ്റവാളികളുടേതായിരിക്കും. ഉദാഹരണത്തിന് കള്ളന്മാരുടെയൊക്കെ ഒരു രീതിയുണ്ട്, മോഷണം നിർത്തില്ല, അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങൾ കണ്ടെത്തുക. പിന്നെ ഈ കോടതികളുടെ മുമ്പാകെ അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കേസിൽ തെളിവുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു റോളാണ് ഇവിടെ വരുന്നത്. അതായത് എപ്പോഴും കോടതികൾക്ക് ഒരു സോളിഡ് ആയുള്ള എവിഡൻസ് ഉണ്ട്. ഫിംഗർ പ്രിന്റ് ഒരു സോളിഡ് എവിഡൻസ് ആണ്. ഇത്തരത്തിലുള്ള എവിഡൻസ് പ്രൂവ് ചെയ്യാൻ എന്ത് വേണം, നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായെങ്കിലേ പറ്റൂ. അല്ലെങ്കിൽ ഒരിക്കലും പ്രോസിക്യൂഷനോ അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് SHO വിങ്ങിനോ ഇത് ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റില്ല. നിങ്ങളെ പോലുള്ളവരുടെ സയന്റിഫിക് എക്സ്പെർട്ടുകളുടെ ഒരു ഇതുണ്ടാവണം, ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങളോട് ഏത് രീതിയിലായിരിക്കും ഇവരൊക്കെ പെരുമാറുന്നതുകൂടി ഓർത്തോണം. കാരണം നിങ്ങളോട് റെസ്പെക്ട് തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു സ്റ്റാറ്റസ് കോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ നിൽക്കുകയുള്ളൂ എന്ന് അറിയാവുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്റ്റാറ്റസ് അത്തരത്തിലുള്ള ഒന്ന് തന്നെ ആയിരിക്കും. ഇനിയും ഈ രണ്ടാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലകളിലുമുള്ള കുറ്റവാളികളുടെ രേഖകൾ, അതായത് ആ ജില്ല സ്റ്റേറ്റ് വൈസിലുമുണ്ട് പ്രശ്നക്കാര്, ജില്ലാതലത്തിലുണ്ട്. അപ്പൊ ഈ ജില്ലാതലത്തിലുള്ള ഈ രേഖകളുടെ ഡീറ്റെയിൽസും കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അവരുടെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി. ഇത്രയുമാണ് ജോലി. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടാൽ മേ ബി ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ഇപ്പൊ ജോബ് റോൾ ഏറെക്കുറെ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഈ ഒരു സംവിധാനം എന്താണോ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്, ഇതിൽ ഏതെങ്കിലുമൊക്കെ റെസ്പോൺസിബിലിറ്റി എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഏറെക്കുറെ എന്താണ് നിങ്ങളുടെ ജോബ് റോൾ എന്ന് വ്യക്തമായി കാണും. ഇനിയും ഇത് ഇത്രയും പറഞ്ഞപ്പം ട്രെയിനിങ്ങിന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇനി നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, മാത്രമല്ല സ്പെഷ്യലൈസ്ഡ് വിങ് ആണ്. നിങ്ങളെ വിളിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് BSc കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ആണ്. ഈ BSc ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ച ഒരാൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പണി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നാട്ടിലുള്ള എല്ലാവരും അങ്ങനെ ആവുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് ഉണ്ടാവും. കാരണം നിങ്ങൾ ഏത് രീതിയിലാണ് ഈ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല പർട്ടിക്കുലർ ഏരിയയിലെ സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പം ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് ഉണ്ടാവും. പൊതുവെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ, അതായത് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലൊക്കെ വെച്ച് തന്നെയാണ് ട്രെയിനിങ് തരാറ്. ഇനിയും ആഭ്യന്തര വകുപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ട്രെയിനിങ് തരാം എന്നുള്ളതാണ് സംവിധാനം. മാത്രമല്ല ചെറിയൊരു ബോണ്ടുണ്ട്, പേടിക്കത്തക്ക രീതിയിലുള്ളതൊന്നുമല്ല. കിട്ടി ക്ലിയർ ചെയ്ത് ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെറിയൊരു ബോണ്ടാണ്. ഇത്രയും നടപടികൾ കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സർവീസിലേക്ക് കയറുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എസ്റ്റീംഡ് പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും അറിയേണ്ടത്. എന്താണ് നിങ്ങളുടെ ജോബ് റോള്, നിങ്ങൾക്ക് സെലക്ഷൻ കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ട് എന്നുള്ളതാണ്. പേടിക്കേണ്ട, ഫിസിക്കൽ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ എന്താണോ കോളേജ് ലെവലിലൊക്കെ പഠിക്കുന്നത്, ഒരു ലാബിൽ എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഇവിടെ പഠിക്കുന്നുള്ളൂ. വളരെ രസകരമായ ഒരു കാര്യമായിരിക്കും. ഒരിക്കലും പോലീസ് എന്ന് പറഞ്ഞ് പേടിക്കുകയൊന്നും വേണ്ട. ഫിസിക്കലിന്റെ യാതൊരുവിധ ഡിഫിക്കൽട്ടീസും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്ന വിജ്ഞാപനം വന്നു കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ക്ലാസ്സുകൾ ഏണസ്റ്റ് അക്കാഡമി ഒരുക്കിയിരിക്കുകയാണ്. ഏണസ്റ്റ് അക്കാഡമിയിൽ വളരെ ശക്തമായിട്ട് ആ ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നു. അപ്പം പഠിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക. ഏറ്റവും ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസവും ക്വാളിറ്റി ഉള്ള റിസൾട്ടുമാണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഏണസ്റ്റ് അക്കാഡമി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ സജഷൻ. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലൊരു ഡിസിഷൻ എടുക്കുക. ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്ത് ഈ ഒരു എസ്റ്റീംഡ് പോസ്റ്റിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.